അപ്പോൾ ട്രംപ് എന്താ വീണ്ടും പറഞ്ഞേക്കുന്നത്? ഞാൻ 2 ആഴ്ചക്കുള്ളിൽ തീരുമാനം പറയും. ഈ 2 ആഴ്ചക്കുള്ളിൽ തീരുമാനം പറയാന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ഒരു മാസ്റ്റർ പീസാണ്. മാസ്റ്റർ പീസ് എന്ന് പറയാൻ കഴിയില്ല. ഹി റിപ്പീറ്റ്സ് അഡ്നോസിയം എന്നേ പറയാൻ പറ്റും. കഴിഞ്ഞ വർഷം ഭരണത്തിൽ ഇരുന്നപ്പോഴും ഇപ്രാവശ്യം ഭരണത്തിൽ വന്നപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അത് 2 ആഴ്ചക്കുള്ളിൽ. എന്താണ് ഈ 2 ആഴ്ചക്കുള്ളിൽ? CNN ഇന്നലെ ഞാനൊരു പരിപാടിയിൽ കണ്ടിട്ടുണ്ട്. ട്രംപ് വന്നിട്ട് 2 ആഴ്ചക്കുള്ളിൽ, അത് ഞാൻ 2 ആഴ്ചക്കുള്ളിൽ, അത് ഞാൻ 2 ആഴ്ചക്കുള്ളിൽ, അത് ഞാൻ 2 ആഴ്ചക്കുള്ളിൽ, 2 ആഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞ് ഇതിന്റെ രാജാവായിട്ടാണ്. എന്താണ് എന്റെ കാരണം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഈ മാഗായിലെ കുറെ ആളുകൾ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന്റെ കൂടെ ചേരണ്ട, ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങണ്ട എന്ന് പറയുന്നവരെ ഒന്ന് സമാധാനിപ്പിക്കുക. അല്ലെങ്കിൽ അവരോട് ഞാൻ പരമാവധി നോക്കി എന്നിട്ട് അവരുടെ ഒരു ഇത് ഒന്ന് കുറയ്ക്കുക, മാഗാ ടീമിനെ ഉറപ്പിച്ചു നിർത്തുക. അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് 2 ആഴ്ചത്തെ സമയം ചോദിച്ചതെന്ന് പറയുന്നു. 2, ട്രംപ് ഉപയോഗിക്കുമെന്ന് പറയുന്ന ബോംബർ നിങ്ങൾക്കറിയാം. B2 സ്റ്റെൽത്ത് ഉണ്ട്. അത് ബോംബർ എന്ന നിലയിൽ അത് ആവശ്യത്തിന് എണ്ണം അമേരിക്കയുടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ GBU എന്ന് പറയുന്ന ഗൈഡഡ് ബോംബ് യൂണിറ്റ് 57, അതാണ് അതിൻ്റെ ഇത്. അത് ഏതാണ്ട് 30,000 പൗണ്ട് വരുന്ന ബങ്കർ ബസ്റ്ററാണ്. ആ ബോംബ് അമേരിക്ക പലതവണ മണലാരണ്യങ്ങളിൽ ഉപയോഗിച്ച് അതിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. മിലിറ്ററിലി അത് ഉറപ്പുവരുത്തിയിട്ടുള്ള കാര്യമല്ല. ഇത് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുമെന്ന് അറിയാം. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് ഈ ഫോഡോ എന്ന് പറയുന്ന 80 മീറ്റർ ആഴത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെൻട്രിഫ്യൂജുകൾ, അവിടെയാണ് ഈ യുറേനിയം ഐസോട്ടോപ്പ് ഏറ്റവും സെൻട്രിഫ്യൂജിൽ ഇങ്ങനെ ഗേഷ്യസ് ആയിട്ട് ഉള്ളത് കറക്കി ആണ് അതിന്റെ വെയിറ്റ് ഡിഫറൻസ് വെച്ചാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അപ്പം സ്ഫോടനം നടത്താൻ അല്ലെങ്കിൽ വെപ്പണിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഐസോട്ടോപ്പുകളുടെ വേർതിരിക്കലാണ് ശരിക്കും ഈ സമ്പുഷ്ടീകരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സെൻട്രിഫ്യൂജുകൾ തകർക്കണമെങ്കിൽ 80 മീറ്റർ ആഴം പോകണം. 60 മീറ്റർ ആഴം വരെ പോകാനായിട്ടുള്ള ശേഷിയാണ് ഈ GBU 57 ഉള്ളത്. അപ്പം അതെങ്ങനെ ചെയ്യാം, അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ ട്രംപിന്റെ ക്യാമ്പിൽ സംശയം ഉള്ളതായിട്ട്, അല്ലെ നമ്മളൊരു സാധനം നമ്മൾ അമേരിക്ക വന്നാൽ, ഇപ്പം ഇസ്രായേൽ ഒരുമാതിരി നന്നായിട്ട് തുടങ്ങിയൊക്കെ വെച്ചു. അപ്പം പറയാണ്, അമേരിക്ക വന്നെങ്കിൽ മാത്രമേ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റൂ, ഫോഡോയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വന്നാലേ ഒക്കൂ എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെല്ലുകയും നമ്മൾ ഫെയിലിയർ ആവുകയും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പിടുത്തം. പിന്നെ മറ്റൊന്ന്, ഈ 7 ന്യൂക്ലിയർ നിലയങ്ങളാണുള്ളത്. അതിൽ 4 താരതമ്യേന മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിൽ എന്നുള്ള അർത്ഥത്തിൽ കാണുന്ന നിലയങ്ങളാണ്. പിന്നെ ബാക്കി 3 ഈ ഇസ്ഫഹാനിലും നദാൻസിലും അതുപോലെ തന്നെ ഫോഡോയിലും ഉള്ളതാണ്. അപ്പം ഇങ്ങനെ എന്തായാലും അമേരിക്ക വരും, ഇസ്രായേൽ വരും, അമേരിക്ക വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഇറാൻ ഈ സാധനം, ഈ 400 കിലോയുടെ വരുന്ന 407 കിലോയോളം ഉള്ള ഈ യുറേനിയം, അവർ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ വേറെ എവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടാവില്ലേ? അത്ര മണ്ടന്മാരാണോ ഇറാൻ? അപ്പൊ നമ്മൾ ഈ ഫോഡോയും നദാൻസും പിന്നെ ഈ പറയുന്ന ഇസ്ഫഹാനും ഒക്കെ അടിച്ച് തകർത്താലും ഈ സാധനം അവിടെ ഉണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിച്ചൂടെ? അതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഒരു ചർച്ചയൊക്കെ നടത്തി. ഇപ്പൊ ജനീവയിൽ ഒരു ചർച്ച നടക്കുകയാണ്. UK-യും ജർമ്മനിയും ഫ്രാൻസും ഈ വിദേശകാര്യമന്ത്രി അഗ്രാച്ചി, ഇറാന്റെ പുള്ളി ഇപ്പൊ എല്ലായിടത്തും പോകും, എവിടെയും പോകാൻ പുള്ളി തയ്യാറാണ്. നടത്തി കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് തന്നെ ഈ സാധനം അവിടെ നിന്ന് മാറ്റിക്കുക. IAEA കൊണ്ട് വീണ്ടും അത് അങ്ങനല്ലേ നല്ലതല്ല. നമ്മളിങ്ങനെ എങ്ങനെ ചെയ്യും? ഈ പറയുന്ന 60 മീറ്ററേ ഉള്ളു ഇത് ചെല്ലത്തുള്ളൂ എങ്കിൽ 80 മീറ്ററുള്ള സംഗതി എങ്ങനെയാണ് പോകുന്നതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് തന്നെ അമേരിക്കൻ ചാനലുകളിലൊക്കെ ഇങ്ങനെ പല വിദഗ്ധന്മാർ, ഈ ബോംബിന്റെ മാത്രം എക്സ്പേർട്ടുകൾ വന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഇങ്ങനെ കൊണ്ടുവന്ന് ബോംബിടായിരുന്നാൽ മതി. ഇങ്ങനെ സമാന്തരമായിട്ട്, അതായത് കുറേയൊക്കെ ഒരു കുന്നാണ്, അതൊരു കുന്നിങ്ങനെ നേരെ നിൽക്കുന്ന കുന്നിൽ ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പോകാൻ ബുദ്ധിമുട്ടാണ്.
അടിയിലൂടെ വെച്ച് വേറൊരു ഡയറക്ഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ തുളച്ച് വരും. പിന്നെ തുളച്ച് കയറുന്ന ആ ഹോളിലൂടെ വീണ്ടും അടുത്തത് കയറ്റണം. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഉണ്ടാക്കിയ ഹോളിൽ പ്ലസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാകും. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് അതിനകത്ത് ചെല്ലേണ്ട കാര്യമില്ല, ഇതിൽ ഒരു 2, 3, 4 എണ്ണം ഇടുമ്പോൾ തന്നെ ആ കോൺക്രീറ്റിന് അടുത്ത് വരുമ്പോൾ തന്നെ ആ മലക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷനും കുലുക്കവും അത് ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെൻട്രിഫ്യൂജൊക്കെ നല്ല ബാലൻസ്ഡ് ആയിട്ട് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നിലനിർത്തേണ്ടുന്ന ഉപകരണങ്ങളാണ്. അവയിൽ ഈ പ്രകമ്പനങ്ങളും ആഘാതങ്ങളും ഉണ്ടാക്കുന്ന ഇംബാലൻസ് തന്നെ അത് മൊത്തത്തിൽ തകിടം മറിക്കും. അതുകൊണ്ട് ആ മല തന്നെ ഇതിനെ തകർത്തോളും, നിങ്ങൾ ബോംബ് കൊണ്ടുവന്ന് ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ട്രംപിന് എന്നിട്ടും അത്ര ബോധ്യം വന്നില്ല, അതുകൊണ്ടാണ് 2 ആഴ്ച കൂടി സമയം ചോദിച്ചത് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈ ബോംബിന് വലിയ ഗുണമില്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യം നേടാൻ ശേഷിയില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് എങ്ങനെയാണ് അതിനുണ്ടാകുക എന്നൊരു ചോദ്യം. പിന്നെ വേറൊരു വാദം ഉള്ളത്, ഈ അമേരിക്കയിലെ തന്നെ പെന്റഗൺ, ഹെക്സത്ത്, അവരുടെ ഡിഫൻസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് നമ്മുടെ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന മനുഷ്യസ്നേഹി യുക്രൈനിൽ 2022 കാലഘട്ടത്തിൽ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന് പുള്ളിയുടെ തന്നെ പല ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയും പുള്ളിയും വേറെ അത് അവിടുന്ന് വണ്ടിയൊക്കെ കൊടുത്ത് ബെൽറസിലൊക്കെ കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അന്ന് നമ്മളന്ന് ലൈവിൽ സംസാരിച്ച കാര്യമാണ് ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അണ്വായുധത്തിൻ്റെതായിട്ടുള്ള അത്രയും പവർ ഉണ്ടാവില്ല. സാധാരണ ഇപ്പം ഒരു ആറ്റം ബോംബ് അല്ല, പക്ഷെ അതൊരു ആറ്റം ബോംബാണ്, വളരെ പരിമിതമായ തോതിൽ ഉള്ളൊരു ആറ്റം ബോംബാണ്. അത് ഇടാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ ന്യൂക്ലിയർ സൈറ്റുകളെല്ലാം തന്നെ. കാരണം അത് മലയുടെ വിജനമായ, ആൾപ്പാർപ്പില്ലാത്ത, അതിൻ്റെ 100 കണക്കിന് കിലോമീറ്റർ അടുത്ത് ജനവാസം പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഈ ഫോഡോ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു പ്രത്യേക ഈ സംഖ്യയിലേക്ക് ഒരു ചെറിയ ടാക്ടിക്കൽ കുഞ്ഞു ബോംബ് ഇട്ടാൽ, ഒന്നാമത് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ ന്യൂക്ലിയർ ആയുധം കൊണ്ട് തകർക്കുക. അപ്പൊ അങ്ങനെ ഒരു പെന്റഗൺ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതായിട്ട് ഇങ്ങനെ ഞാൻ വായിക്കണ്ടായി. പക്ഷെ ട്രംപിന് അതും അങ്ങോട്ട് എന്തായാലും ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ആണെങ്കിൽ വിജയിക്കും കേട്ടോ. അതിന് ഈ പറയുന്ന ഈ വാർഹെഡിനകത്ത് വേണമെങ്കിലും അത് വെക്കാം. പക്ഷെ ട്രംപിന് അതും പറ്റില്ല. കാരണം ഞാൻ സമാധാനത്തിന്റെ നോബൽ പ്രൈസ് വാങ്ങിക്കാനിരിക്കുന്ന ഞാൻ ഒരു ന്യൂക്ലിയർ ആയുധം ഇറാന് പാടില്ല എന്ന് പറയുന്ന ഞാൻ അതിനെ തകർക്കാനായിട്ട് ഒരു ചെറിയ ന്യൂക്ലിയർ ആയുധം തന്നെ പ്രയോഗിക്കുകയാണെങ്കിൽ ഞാൻ ആരായി എന്നൊക്കെ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും പുള്ളി 4 ദിവസം 2 ആഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ 2 ആഴ്ച സ്ഥിരം 2 ആഴ്ചക്കാരനാണ് പുള്ളി. അങ്ങനെ പോട്ടെ.